അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദ്ദില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 10/7/2026 അസ്സബ്റു ഖൈറുൽ അതാ എന്ന ശീർഷകത്തിൽ ക്ഷമ ഏറെ മഹത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. ആകാശഭൂമികളുടെ അധിപനായ റബ്ബ് തമ്പുരാൻ ഏറെ ഇഷ്ടപ്പെടുകയും വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് ക്ഷമ. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം നൽകും. വിശുദ്ധ ഖുർആനിൽ 90 സ്ഥലങ്ങളിലാണ് ക്ഷമയെ പരാമർശിക്കുന്നത്. എത്ര മഹത്തരമാണ് എന്ന് ഈ പരാമർശം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം പ്രവാചകന്മാരുടെ ആ വഴിയെ പ്രവേശിക്കുകയാണ് ക്ഷമാശീലരാകുമ്പോൾ. വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു. പ്രവാചകന്മാർ വലിയ ക്ഷമാശീലരായിരുന്നു. അവർ ക്ഷമിച്ച് അള്ളാഹുവിൽ എല്ലാം സഹിക്കാൻ തയ്യാറായപ്പോൾ അവരെ നേരായ മാർഗത്തിൻ്റെ നേതാക്കളാക്കി എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. പ്രവാചകന്മാർ മഹാനായ നൂഹ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം വലിയ ക്ഷമയുള്ളവരായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ച പ്രവാചകനാണ്. അവരുടെ സമ്പത്തും സന്താനങ്ങളും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടപ്പോഴും അവർ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് സംതൃപ്തനാകുകയും ക്ഷമിക്കുകയും ചെയ്തു. പിന്നെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ വേദന അറിയിച്ചു. അന്നീ മസ്സനിയദ്ദുർറു അൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എനിക്ക് പ്രയാസങ്ങൾ നേരിട്ടു, നീ ഏറ്റവും വലിയ കാരുണ്യവാനാണ്. അല്ലാഹു പ്രവാചകൻ്റെ രോഗം സുഖപ്പെടുത്തി കൊടുത്തു. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായി സമ്പത്തും സന്താനങ്ങളെയും കുടുംബത്തെയും ഒക്കെ തിരിച്ചു നൽകി. ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ആ പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, വലിയ ക്ഷമാശീലരായിട്ടാണ് ഞാൻ ആ പ്രവാചകനെ എത്തിച്ചത്. അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അവനിലേക്ക് ഏറ്റവും ഖേദിച്ചു മടങ്ങുന്നവരായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ക്ഷമയുള്ളവരായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ക്ഷമയുടെ പ്രതിഫലമായിക്കൊണ്ട് വലിയ സഹായം നബിതങ്ങൾക്ക് നൽകി. ലോകാന്ത്യം വരെ അവിടുത്തെ സ്മരണയെ അല്ലാഹു തആല നിലനിർത്തി. അല്ലാഹു പറഞ്ഞില്ലേ, വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ ക്ഷമയാണ് ഏറ്റവും മഹത്തരമായത് അവർക്ക്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വചനം എത്ര ഭംഗിയുള്ളതാണ്. വജദ്നാ ഖൈറ ഐഷിന ബിസ്സബ്ർ. ഞങ്ങൾ ഈ ജീവിത സൗകര്യങ്ങൾ നേടിയെടുത്തത് ക്ഷമ കൊണ്ടിട്ടാണ്. ക്ഷമയുടെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ലഭിച്ചത്. എങ്ങനെ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകാതിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ ഉതി അഹദുൻ അതാഅൻ ഖൈറൻ വ ഔസഅ മിനസ് സബ്രി. ഒരാൾക്കും അല്ലാഹു ക്ഷമയേക്കാൾ മെച്ചപ്പെട്ടതായ ഒരു അനുഗ്രഹവും നൽകുന്നില്ല. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ വഴിപ്പെടുമ്പോൾ അതിൻ്റെ പേരിലുള്ള ക്ഷമ നമുക്ക് അവൻ്റെ അടുക്കലുള്ള പദവിയെ ഉയർത്തിത്തരും. നമുക്കത് സ്വർഗപ്രവേശനത്തിനും പാപമോചനത്തിനും കാരണമാകും. ഖുർആൻ പറഞ്ഞില്ലേ, ഇല്ലല്ലദീന സബറു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും മഹത്തായ സ്വർഗമാകുന്ന പ്രതിഫലവും ഉണ്ട്. നാം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വലിയ ക്ഷമയുള്ളവരാകണം. അത് നമുക്ക് രക്ഷാകവചമാണ്, സംരക്ഷണമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, നമുക്ക് വിജയമാണ് നൽകിത്തരുക. വഅൻ തസ്ബിറു ഖൈറുൽ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അള്ളാഹു പുറത്തു തരുന്നവനും കരുണാവാരിധിയുമാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കും.
അതിന് നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീയുടെ അരികെ നടന്നുപോയി. അവർ അവരുടെ ഒരു കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് കരയുകയാണ്. തിരുദൂതർ അപ്പോൾ അവരോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, നീ ക്ഷമ കൈക്കൊണ്ടോ. തിരുനബി തങ്ങളാണ് എന്നോട് ഈ പറയുന്നത് എന്ന് ആ സ്ത്രീക്കറിയില്ല. ആ സ്ത്രീ പറഞ്ഞു, ഇന്നക്കലം തുസബ്ബു ബി മുസീബത്തി, എനിക്ക് ഭവിച്ചതുപോലെയുള്ള പരീക്ഷണം താങ്കൾക്ക് ഭവിച്ചിട്ടില്ല. എൻ്റെ സന്താനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് നബിയാണ് എന്നറിയാതെയാണ് ആ സ്ത്രീ സംസാരിച്ചത്. പിന്നീട് അവർ നബിയാണ് എന്ന് അറിഞ്ഞപ്പോൾ തങ്ങളോട് മാപ്പപേക്ഷിക്കുന്ന രൂപത്തിൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നമസ്സബറു ഇൻദ സദമത്തിൽ ഊല, നമ്മൾ ക്ഷമ കൊള്ളേണ്ടത് നമുക്ക് ആ വിഷമം അനുഭവപ്പെട്ടതിൻ്റെ ആദ്യ സമയങ്ങളിലാണ്. അതിനാണ് റബ്ബ് വലിയ പ്രതിഫലം തരിക. അതാണ് യഥാർത്ഥ ക്ഷമ. അതിന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം ഏറെ വലുതുമായിരിക്കും എന്ന് അവിടുന്ന് പറയുകയാണ്. മുഅ്മിനീങ്ങൾ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. അള്ളാഹു നൽകുന്ന ഒരു വലിയ നിക്ഷേപം, ഒരു സമ്പാദ്യമാണ് ക്ഷമ എന്നത്. നമ്മൾ പഠനത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നാം ക്ഷമയുള്ളവരാകണം. അപ്പോൾ നമുക്ക് വലിയ ഉയർച്ചയുണ്ടാകും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ പഠിക്കാൻ വേണ്ടി താങ്കളോടൊപ്പം കൂടുകയാണ്, നല്ല ക്ഷമാശീലനായി എന്നെ താങ്കൾക്ക് എത്തിക്കാൻ സാധിക്കും എന്ന്. നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും കഠിന ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ പരീക്ഷണങ്ങളിൽ നാം പതറാതെ ക്ഷമിച്ചു നിൽക്കുന്നുണ്ട്. അതിനൊക്കെ അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരും. വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, നീ ക്ഷമിച്ചോ, നിശ്ചയം അല്ലാഹു തആല നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം ഒരിക്കലും പാഴാക്കി കളയുകയില്ല. നമുക്ക് ശത്രുക്കളെ നേരിടുമ്പോൾ ക്ഷമ വേണ്ടിവരും. അത് നമ്മുടെ വിജയത്തിനും സഹായത്തിനും കാരണമാകും. നമുക്ക് വിഷമത്തിൻ്റെ ശേഷം ആശ്വാസം ലഭിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅലം അന്ന ഫിസ് സുബ്രി അലാ മാ തക്റഹു ഖൈറൻ കസീറ, നീ ഇഷ്ടപ്പെടാത്ത കാര്യത്തിൻ്റെ പേരിൽ നീ ക്ഷമിച്ചു നിൽക്കൽ അത് നിനക്ക് വലിയ അനുഗ്രഹം നേടിത്തരുന്നതാണ്. നീ ക്ഷമിച്ചാൽ നിനക്ക് ക്ഷമ കൊണ്ടിട്ട് ഇതിൻ്റെ പുറകെ സഹായം വരും. വഅന്നൽ ഫറജ മഅൽ കർബ്, തുറവടിപ്പാടുണ്ടാകുക വിഷമങ്ങൾക്കു ശേഷമാണ്. വഅന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസങ്ങൾക്കു ശേഷം ആശ്വാസം ഉണ്ടാകും. ക്ഷമ ഏറ്റവും നല്ല ഒരു ഉപദേശമായി പരസ്പരം നിങ്ങളത് കൈമാറണമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദേശിക്കുക. നാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ക്ഷമ കൈക്കൊള്ളണം. അപ്പോൾ നമുക്ക് റബ്ബിൻ്റെ അടുത്ത സാമീപ്യം ലഭിക്കും. ഖുർആൻ പറയുന്നല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും പരസ്പരം നിങ്ങൾ സഹായം തേടുവീൻ, നിശ്ചയം അല്ലാഹു തആല ക്ഷമാശീലരോട് കൂടെയാണ്. അല്ലാഹുവേ, നീ ക്ഷമ കൈക്കൊള്ളുന്നവരിൽ ഞങ്ങളെ ചേർക്കണമേ. ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തണേ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകണമെന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.